നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരൻ ഇഹാൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് നടുക്കുന്ന നെഞ്ചു പൊട്ടുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സ്വന്തം പിതാവ് അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് സമ്മതിച്ചിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ വയറ്റില് പിതാവായ ഷിജിൽ ഇടിച്ചു, ഇതാണ് മരണകാരണം. പിതാവ് കുറ്റം സമ്മതിച്ചു. പിതാവ് എന്ന വാക്കിന് പോലും അർഹനല്ലാത്ത വ്യക്തിയായി ഷിജിൽ മാറിയിരിക്കുകയാണ്. ജനിപ്പിച്ചാൽ മാത്രം പിതാവാകില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. എത്രയോ സംഭവങ്ങൾ ഈ കേരളത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു. അത്തരത്തിലൊരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ, അതും തൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ എങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ ഷിജിലിന് സാധിച്ചു എന്നാണ് ഏവരും ചോദിക്കുന്നത്. താൻ കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി, അതായത് കുഞ്ഞിൻ്റെ വയറ്റിൽ താൻ ഇടിച്ചു, മാത്രമല്ല കുട്ടിയെ താൻ ഉപദ്രവിച്ചു, നേരത്തെയും കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ യാതൊരു കൂസലുമില്ലാതെ ഷിജിൽ എന്ന് പറയുന്ന ഈ പ്രതി പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങുകയാണ്. കേരളം ഒന്നടങ്കം ശപിക്കുകയാണ്. ഒരേ ശാപമാണ് ഈ ഷിജിലിൻ്റെ മേൽ കേരളം ചൊരിയുന്നത്. ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ ക്രൂരമായി നിനക്ക് കൊലപ്പെടുത്താൻ സാധിച്ചു എന്നാണ് കേരളക്കാരെ ഒന്നടങ്കം ചോദിക്കുന്നത്. തീർത്തും കേട്ടാൽ അത് നമുക്ക് മനസാക്ഷിയെ വലിയ രീതിയിൽ അലട്ടുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പുറത്തു വന്നത്. ഈ കുട്ടി മരിച്ച വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞതാണ്. അതായത് കാഞ്ഞിരംകുളം സ്വദേശിയായ ഷിജിലിന്റെയും കൃഷ്ണപ്രിയയുടെയും ഏക മകനായിരുന്നു ഇഹാൻ. ജനുവരി 16 പുലർച്ചെ 3 മണിയോടെ ഇഹാൻ കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയും കട്ടിലിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തു. കുഞ്ഞ് കരയുന്നത് കേട്ട് എഴുന്നേറ്റ കൃഷ്ണപ്രിയ മുറിയിലെ ലൈറ്റ് ഇടുകയും കുഞ്ഞിനെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടെ ദേഷ്യം പിടിച്ച ഷിജിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞ് ബഹളമുണ്ടാക്കി. കുട്ടിയെ വൃത്തിയാക്കിയ ശേഷം കൃഷ്ണപ്രിയ കട്ടിലിൽ കൊണ്ട് കിടത്തി. കുട്ടി കാരണം ഉറക്കം പോയി എന്ന് പറഞ്ഞ് ഷിജിൽ വീണ്ടും ബഹളം വയ്ക്കുകയായിരുന്നു. ഇതിനു ശേഷമാണ് കട്ടിലിൽ കിടന്ന കുട്ടിയെ മടിയിലിരുത്തിയ ശേഷം വയറ്റിൽ കൈകൊണ്ട് ഇടിച്ചതെന്നാണ് ഷിജിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും കുട്ടിയെ താൻ കൊലപ്പെടുത്തിയെന്ന് ഇയാൾ സമ്മതിച്ചിരിക്കുന്നു. കുട്ടി വേദന കൊണ്ട് കരഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കാതെ ഷിജിൽ കിടന്നുറങ്ങി. പുറമെ മുറിവ് കാണാതിരുന്നതിനാൽ കൃഷ്ണപ്രിയ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയ ശേഷം കിടത്തി ഉറക്കി. അന്ന് വൈകിട്ടോടെയാണ് കുട്ടിയുടെ അവസ്ഥ മോശമായത്, ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിനു പിന്നാലെ കുട്ടി മരിക്കുകയും ചെയ്തു. ഇക്കാര്യം ഷിജിലും ഹരികൃഷ്ണപ്രിയയും പോലീസിനോട് സമ്മതിച്ചു എന്നാണ് പോലീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന വിവരം. കുട്ടിയെ ഷിജിലിന് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നും പോലീസിന് മൊഴി കിട്ടിയിട്ടുണ്ട്. ഷിജിൽ തന്നെ പറയുകയാണ്, കുട്ടിയെ തനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് താൻ കൊലപ്പെടുത്തിയതെന്ന് യാതൊരു കൂസലുമില്ലാതെ ഷിജിൽ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം ഒന്നടങ്കം നെഞ്ചുപൊട്ടുകയാണ്. മാത്രമല്ല ഇയാൾ നേരത്തെയും കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൃഷ്ണപ്രിയയും ഷിജിലും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്കിടയിൽ വഴക്കുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വഴക്കിന്റെ പരിണിത ഫലം ആ കുട്ടിയെ കൊലപ്പെടുത്തുക എന്ന തലത്തിലേക്ക് ഷിജിലിനെ നയിച്ചു എന്നതാണ് അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നത്. ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇടക്കാലത്ത് ഇവർ മാറി താമസിച്ചിരുന്നു. പിന്നീട് കുടുംബം ഇടപെട്ടതോടെയാണ്, അതുപോലെ തന്നെ പോലീസിന്റെ ഒക്കെ ഒരു ഇടപെടൽ ഉണ്ടായി, ഇവർ വീണ്ടും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത്. ഈ പോലീസിന്റെ ഒക്കെ ഒരു ഇടപെടലോടുകൂടിയാണ് ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത, രാത്രി 8:30 കുഞ്ഞിന് ഷിജിൽ ബിസ്ക്കറ്റ് നൽകുന്നു. ഇത് കഴിച്ചതിന് പിന്നാലെ കുട്ടിയുടെ വായിൽ നിന്ന് നുരയും പതയും വന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു എന്ന രീതിയിലാണ് ആദ്യമൊക്കെ വാർത്തകൾ വന്നത്. പക്ഷേ പിന്നീടാണ് സത്യാവസ്ഥ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊരു വ്യക്തത വന്നത്. ഒരു വയസ്സുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു എന്നതിൽ ആശുപത്രി അധികൃതർ നേരത്തെ തന്നെ സംശയങ്ങൾ പ്രകടിപ്പിച്ചതാണ്. വിവരം ഈ ആശുപത്രി അധികൃതരും പോലീസിൽ വിവരം അറിയിക്കുകയുണ്ടായി. തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞിന്റെ വയറ്റിൽ ക്ഷതം കണ്ടെത്തിയത്, കഴുത്തിൽ മുറിവും കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തതോടെ ഷിജിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ മരണം, അത് കുട്ടിയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. കുട്ടിയെ താൻ കൊലപ്പെടുത്തിയെന്ന് അച്ഛൻ സമ്മതിക്കുകയും ചെയ്തതോടെ നെഞ്ചു പൊട്ടുകയാണ് ഓരോ അമ്മമാരും, കേരളത്തിലുള്ള ഓരോ അമ്മമാരും. അതും അതിക്രൂരമായിട്ട് പൈശാചികം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഈ കുട്ടിയെ ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൈമുട്ടുകൊണ്ട് കുഞ്ഞിന്റെ അടിവയറ്റിൽ, അതും ഈ കൊച്ചു കുഞ്ഞ്, ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ എങ്ങനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കാൻ സാധിച്ചു? എങ്ങനെ ഇത്ര ക്രൂരമായിട്ടൊരു പിതാവിന് ഇത്തരത്തിൽ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും കൊലപ്പെടുത്താനും സാധിച്ചു എന്നാണ് സംശയം ഉണരുന്നത്. കൈമുട്ട് കൊണ്ട് കുഞ്ഞിൻ്റെ അടിവയറ്റിൽ മർദ്ദിച്ചെന്ന് ഷിജിൻ പോലീസിനോട് സമ്മതിച്ചു. ഭാര്യയുമായുള്ള പിണക്കത്തെ തുടർന്നാണ് കുഞ്ഞിനെ മർദ്ദിച്ചത്. തീർത്തും അപലപനീയമായ, അല്ലെങ്കിൽ ഷിജിൻ എന്ന വ്യക്തി പിതാവെന്ന പദത്തിന് പോലും യോഗ്യനല്ല എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിക്രൂരമായ സംഭവം. ഈ ഒരു ക്രൂരത ചെയ്യാൻ ഷിജിൻ എങ്ങനെ സാധിച്ചു? ഇപ്പോൾ ഒരുപാട് മാതാപിതാക്കൾ, അവർക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പോൾ കുട്ടികളെ പൊന്നുപോലെ നോക്കുന്ന
മാതാപിതാക്കളുണ്ട്. അതിനിടയിലാണ് അവർക്ക് പോലും അപമാനം വരുത്തുന്ന രീതിയിലുള്ള കൊടും ക്രൂരത ഷിജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു പിതാവെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊടും ക്രൂരതയാണ് ഷിജിൽ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇയാൾക്ക് പരസ്ത്രീ ബന്ധമുണ്ട്, മദ്യപാനിയാണ് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. എന്നാൽ നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾക്ക് കുട്ടിയെ ഇഷ്ടമല്ല, ഭാര്യയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് അതിക്രൂരമായിട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. എന്തിനു കുഞ്ഞിനോട് ഈ കൊടും ക്രൂരത ചെയ്തു എന്നാണ് ഓരോ മനസാക്ഷിയും ചോദിക്കുന്നത്. എന്തായാലും ഷിജിലിന് നേരെ കേരളം ഒന്നടങ്കം ശപിക്കുകയാണ് ഷിജിലിനെ ഈ കൊടും ക്രൂരത ചെയ്തതിന്. ഈ കുട്ടിയുടെ മരണത്തിൽ തുടക്കത്തിൽ തന്നെ അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ഉണ്ടായിരുന്നതിനാൽ മാതാപിതാക്കളെ പോലീസ് മാറി മാറി ചോദ്യം ചെയ്തിരുന്നു. ഒരു ദിവസം 18 മണിക്കൂറോളം ഷിജിലിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. അടിവയറ്റിലുണ്ടായ ക്ഷതത്തിൽ നിന്നുണ്ടായ രക്തസ്രാവം മൂലമാണ് കുഞ്ഞ് മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ഇതിനു പിന്നാലെ ഷിജിലിന് വീണ്ടും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലാണ്, അതായത് വിശദമായ ചോദ്യം ചെയ്യലാണ് കുഞ്ഞിനെ മർദ്ദിച്ചത് ഇയാൾ സമ്മതിച്ചത്. എന്തായാലും കുട്ടി മരിച്ച സമയത്ത് ഒരു പിതാവിന് ഉണ്ടാകാവുന്ന വിഷമങ്ങളെല്ലാം ഇയാൾ അഭിനയിച്ച് തകർത്തിരുന്നു. ആ കുട്ടിയുടെ മൃതശരീരത്തിന് അടുത്ത് നിന്ന് വേദനയുണ്ട്, കണ്ണീരോടെ നിൽക്കുന്ന ഷിജിലിനെയൊക്കെയാണ് ഉറ്റവർ അടക്കമുള്ളവർ കണ്ടത്. പിന്നീട് സത്യാവസ്ഥകൾ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങുകയാണ്. സ്വന്തം കുഞ്ഞിനെ അത് ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയിട്ട് യാതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ കരഞ്ഞുകൊണ്ട് നാടകം അഭിനയിച്ച് തകർത്ത ഷിജിൽ അയാളുടെ കൊടും ക്രൂരത പുറത്തേക്ക് വരികയായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം വളരെയധികം നടക്കുന്നതായി മാറിയിരിക്കുകയാണ്. ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.